ഉള്ളത് പറയാലോ, എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട പുസ്തകം സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടപ്പോഴാണ് ഈ പുസ്തകം വായിക്കാൻ തീരുമാനിക്കുന്നത്. ഉള്ളത് പറയാലോ, എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. ഈ നോവലിനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കൊന്നും എളുപ്പമല്ല. മനസ്സിനും ശരീരത്തിനും പോറലേൽക്കാതെ ഒരു ദിവസം ജീവിച്ചു തീർക്കുക എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് ഈ നോവൽ യാത്ര ചെയ്യുന്നത്. നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഈ പേരിൽ കാണുന്ന ഫീൽ ഗുഡ് വായനാനുഭവത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞാൽ വ്യത്യസ്ത ട്രോമകളിലൂടെ മാത്രം കടന്നു പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, സൈക്കോ സ്വഭാവമുള്ള കാമുകൻ, മദ്യപിച്ച് ഭാര്യയെ ദേഹോപദ്രവം വരുത്തുന്ന ഭർത്താവ്, തകർന്ന് തരിപ്പണായ കുടുംബ ബന്ധങ്ങളും കുടുംബ വ്യവസ്ഥിതിയും. ഇങ്ങനെ ഒരു പറ്റം നെഗറ്റീവ് എനർജി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന കഥാപാത്രങ്ങളും അതിക്ക് കുറച്ച് പുരുഷവിരോധവും. പുരോഗമനപരമായൊക്കെ ചിന്തിക്കെങ്കിലും ലിബറലിസം കൊണ്ട് തട്ടിത്തടഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഈ നോവലിൽ ഉടനീളമുണ്ട്. ഈ ഗേ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടി, നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം അസാധാരണമായിട്ടൊരു സീൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഞാൻ കണ്ട കുടുംബ ബന്ധങ്ങളും ഞാൻ അറിഞ്ഞ സ്ത്രീകളും ഇത്രയേറെ ട്രോമകളിലൂടെ മാത്രം കടന്നു പോകാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പൂർണ്ണമായൊരു വായനാനുഭവം ലഭിച്ചില്ല. തീരെ അംഗീകരിക്കാൻ കഴിയാത്തത് ആത്മഹത്യയെ വരെ നോർമലൈസ് ചെയ്തുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ തോറ്റുപോയവർക്ക് ആത്മഹത്യയിലേക്ക് ഒരു ലീഡ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. നിങ്ങൾക്കും ഈ മൂഡൊക്കെ തന്നെയാണോ കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു റീഡ് നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. മൈ റേറ്റിംഗ് ഈസ് 3 out of 10. നിംനയുടെ പുതിയ പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടുമായി വീണ്ടും കാണാം.